വർഷങ്ങൾക്ക് മുൻപ് ഞെട്ടിത്തരിച്ച് ഒരു TV ചാനലിന് മുന്നിലിരുന്നത് വിവാദമായ ഐസ്ക്രീം കേസിൽ വാദിയായ റജീനയുടെ വെളിപ്പെടുത്തലിലായിരുന്നു. അന്ന് ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയധികം പ്രചാരത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അന്ന് ഒരു ചാനൽ ഓഫീസിൽ കയറി വന്ന് റജീന നടത്തിയ വെളിപ്പെടുത്തൽ ഒരു തുടക്കമായിരുന്നു. അത്തരം വാർത്തകളുടെ റേറ്റിംഗുകൾ കണ്ട് കണ്ണു മഞ്ഞളിച്ച ടെലിവിഷൻ ചാനലുകൾ പിന്നീട് ചാകരക്കാലം തേടി ഓടി നടന്നു. മന്ത്രിമാരുടെ കിടപ്പറ കഥകൾക്ക് വരെ വലിയ വിലകളിട്ട് റേറ്റിംഗ് വർദ്ധിപ്പിച്ചു. മറ്റു കാരണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വന്തമായി ഹണി ട്രാപ്പ് നടത്തി റേറ്റിംഗ് കൂട്ടി. അതെ, ഹണി ട്രാപ്പ്. ആ വാക്ക് കേരളത്തിൽ സുപരിചിതമായിട്ട് കാലം കുറച്ചായി. പണ്ടൊക്കെ വല്ലപ്പോഴും മാത്രം നാം കേട്ടിരുന്ന ഹണി ട്രാപ്പ് എന്ന വാക്ക് ഇപ്പോൾ കേരളത്തിൽ ആവർത്തിച്ച് കേൾക്കാൻ കഴിയും. മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കാമജലം നിറഞ്ഞ ഒരു കടക്കൻ നോട്ടം കൊണ്ട് കഴിയുമെന്ന വൈശാലി സിനിമയിൽ MT എഴുതിയിട്ടുണ്ട്. പുരാണങ്ങൾ തൊട്ട് നീളുന്നതാണ് ഹണി ട്രാപ്പിന്റെ ചരിത്രം. മഹർഷിമാരുടെ തപം മുടക്കാനായി പ്രത്യക്ഷപ്പെട്ട ഉർവശി മേന രംഭമാരുടെ കഥകളൊക്കെ നാം എത്ര കേട്ടതാണ്. സുന്ദരികളായ സ്ത്രീകളെ ഉപയോഗിച്ച് രഹസ്യങ്ങൾ ചോർത്തെടുക്കുന്ന തന്ത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപേ തുടങ്ങിയതാണ്. പുരുഷന്മാരെ തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലാതെയോ ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടുന്ന രീതി വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും ഇത്തരം കേസുകളുടെ പിന്നിൽ മറ്റു പുരുഷന്മാരും കാണാറുണ്ട്. ഇരയെ കണ്ടെത്തിയാൽ സോഷ്യൽ മീഡിയ വഴി അവരുമായി ബന്ധം സ്ഥാപിക്കും. പ്രലോഭന സന്ദേശങ്ങൾ അയച്ച് അവരെ തങ്ങളുടെ വഴിക്കാക്കും. പിന്നീട് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടും. ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. സമാനമായ ഒരു സംഭവമാണ് കൊച്ചിയിലും സംഭവിച്ചത്. കൊച്ചിയിൽ ഫുഡ് ഡെലിവറി ബോയ് ആയി ജോലി ചെയ്തു വരുന്ന ശ്രവണ സംസാര പരിമിതിയുള്ള യുവാവിനെ 5 പേര് ചേർന്ന് മർദ്ദിച്ച വാർത്ത നമ്മൾ കേട്ടതാണ്. കേസിൽ പ്രധാന പ്രതിയായ 27 വയസ്സുകാരി സഫീന മാധ്യമങ്ങൾക്ക് മുൻപിൽ ചിരിച്ചു നിൽക്കുന്ന ചിത്രങ്ങളൊക്കെയും തന്നെ മലയാളി കണ്ടതുമാണ്. ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ ഒരു പ്രതി നിൽക്കാനുള്ള കാരണത്തെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിയമ സംവിധാനത്തോടുള്ള പരിഹാസമല്ലേ യഥാർത്ഥത്തിൽ ആ ചിരിയിൽ? കേരളത്തിൽ ഇപ്പോൾ ഇതൊരു ഈസി ക്രൈം ആയിരിക്കുകയാണ്. അതിന് കാരണം ഇപ്പോഴും വല്ലാത്ത ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹം തന്നെയാണ് താനും. അത്തരം സമൂഹത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരെ എളുപ്പത്തിൽ ഈ കെണിയിൽ കുരുക്കാൻ സാധിക്കും. ഏത് ക്രൈമിന്റെയും ഒരു പാറ്റേൺ അതാണ്. ഏറ്റവും എളുപ്പത്തിൽ കാര്യമായ റിസ്ക് ഇല്ലാതെ പണം തട്ടാനുള്ള ഒരു വഴി വരുമ്പോൾ അത് ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനാൽ ഇനിയും ഹണി ട്രാപ്പുകളുടെ എണ്ണം കൂടുമെന്ന് പ്രവചിക്കാൻ യാതൊരു വൈദഗ്ധ്യവും വേണ്ട കാര്യമില്ല. ഇതൊരു വ്യക്തിയുടെയോ ഏതാനും വ്യക്തികളുടെയോ മാത്രം പ്രശ്നമല്ല. കേവലം അവരിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടതുമല്ല. ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. ലിംഗഭേദമില്ലാതെ എല്ലാ മനുഷ്യന്മാർക്കും സമൂഹത്തിൽ നിയമത്തിന്റെ തുല്യ പരിരക്ഷയോടെ ജീവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിൽ ഇത്തരം കേസുകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കണം.